या कुन्देन्दु तुषार हारदवला या कुन्देन्दु तुषार हारदवला या शुभ्रवस्त्रावृता या वीणावरदण्डमण्डितकरा या श्वेतपद्मासना या ब्रह्माच्युतशङ्करा प्रभृतिः देवै सदा वन्दिता सा मां पातु सरस्वती भगवती निःशेषजाड्यापहा शुक्लां ब्रह्मविचार सारपरमा आद्यां जगद्व्यापिनी वीणां पुस्तकधारिणीम् अभयदा जाड्यान्धकारापहा संस्थिता वन्दे तां परमेश्वरी भगवती बुद्धिप्रदां शारदा उपविश സ്വാഗത ഭാഷണത്തിനായി അസോസിയേഷൻ സെക്രട്ടറി ശ്രീ സുജി കല്ലിങ്ങൽ അവർകളെ ക്ഷണിക്കുന്നു. ഇതിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വിധികൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഏകദേശം 150ഓളം കുടുംബങ്ങളുള്ള അരുണോദയം റെസിഡൻസ് അസോസിയേഷൻ്റെ 16ാമത് വാർഷിക ആഘോഷ ചടങ്ങാണ് ഇന്ന് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത്. എല്ലാവരുടെയും സഹകരണത്തോടെ ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്ന പ്രമുഖ സിനിമ, സീരിയൽ, ചലച്ചിത്ര താരം നസീർ സംക്രാന്തിയെ ഈ വേദിയിലേക്ക് ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഈ ചടങ്ങിനെ അധ്യക്ഷം വഹിക്കുന്ന നമ്മുടെ പ്രസിഡന്റ് ശ്രീ സുമേഷിനെ ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്യാൻ ചെയ്യുന്നത് നമ്മുടെ 6ാം വാർഡ് കൗൺസിലർ ചിന്തിത്താണ്. അദ്ദേഹത്തിന് സുഖമില്ലാത്തതുകൊണ്ട് ഇന്ന് എത്തിച്ചേർന്നിട്ടില്ല. ആശംസകൾ അറിയിക്കാനായിട്ട് എത്തിച്ചേർന്ന ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു പി അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പ്രബോധ് കുമാർ മടമ്പത്തിനെയും ഈ വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തിരുന്നു. നമ്മുടെ അസോസിയേഷൻ ട്രഷറർ ശ്രീ ജയരാജിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നന്ദി അറിയിക്കാനായി എത്തിച്ചേർന്ന അസോസിയേഷൻ വനിതാ വിംഗ് കൺവീനർ ശ്രീമതി സബിത രാജീവിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സദസ്സിലിരിക്കുന്ന എല്ലാ അരുണോദയം റെസിഡൻസ് അസോസിയേഷൻ കുടുംബാംഗങ്ങളെയും ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് ഈ ചടങ്ങിന് അധ്യക്ഷം വഹിക്കാനായി നമ്മുടെ അരുണോദയം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ സുമേഷിനെ ക്ഷണിച്ചുകൊള്ളുന്നു. അധ്യക്ഷ ഭാഷണം ശ്രീ സുമേഷ് MP, പ്രസിഡന്റ് അരുണോദയം റെസിഡൻസ്.
ഉദ്ഘാടകൻ പ്രശസ്ത സിനിമാ താരം ശ്രീ നസീർ സംക്രാന്തി, സ്വാഗതം ആശംസിച്ച സെക്രട്ടറി ശ്രീ സുജി കല്ലിങ്ങൽ, ആശംസകൾ അർപ്പിക്കാനെത്തിയ ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ രാജു അഗസ്റ്റിൻ, ആശംസകൾ അർപ്പിക്കാനെത്തിയ പ്രസിഡന്റ് ആശ്വാസം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പ്രബോധ് കുമാർ മാടമ്പത്ത്, വേദിയിലിരിക്കുന്ന മറ്റ് വിശിഷ്ട അതിഥികളെ, സദസ്സിലിരിക്കുന്ന അരുണോദയം കുടുംബാംഗങ്ങളെ, സഹോദരി സഹോദരന്മാരെ, നമ്മൾ ഇന്ന് അരുണോദയം റെസിഡൻസ് അസോസിയേഷന്റെ 16ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ അവസരത്തിൽ ഞാൻ വളരെയധികം സന്തോഷത്തോടെയും അഭിമാനത്തോടെയാണ് ഇവിടെ നിൽക്കുന്നത്. 2010 രൂപീകരിക്കപ്പെട്ട നമ്മുടെ അസോസിയേഷൻ 16 വർഷമായി ഒരേ രീതിയിൽ പ്രവർത്തിച്ചു വരികയാണ്. നമുക്കറിയാം, പല റെസിഡൻസ് അസോസിയേഷനുകളും ഉത്ഭവം ഉണ്ടായിട്ട് പോലും അവര് ചിലത് നിർജ്ജീവമാകുകയും അല്ലെങ്കിൽ അത് ഇല്ലാതാവുകയും ഒക്കെയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഈ 16 വർഷം ഒരേ രീതിയിൽ പ്രവർത്തിക്കാൻ നമുക്ക് സാധിച്ചു. അത് നമ്മളെ കൂട്ടായ്മയുടെ ഭാഗമാണ്. സ്നേഹത്തിൻ്റെയും സഹോദരത്തിൻ്റെയും അതുപോലെ ഐക്യത്തിൻ്റെയും ഒരുമയുടെയും ഒക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്ന് ഈ 16ാം വാർഷികം ആഘോഷിക്കുന്നത്. അതെല്ലാം തന്നെ കാരണം നമ്മളെ കുടുംബാംഗങ്ങളാണ്. എല്ലാവരും ഏത് നേതൃത്വം ഏറ്റെടുത്ത് നടത്തിയാലും അതിനൊക്കെ പിന്താങ്ങി എല്ലാവിധ സഹായവും നൽകുന്നതുകൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കാനും സാധിക്കുന്നത്. നമ്മളെ കമ്മിറ്റി നിലവിൽ വന്നത് കഴിഞ്ഞ ജൂലൈ 2024 അതിനുശേഷം നിരവധി പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുകയുണ്ടായി. ശുചീകരണ പ്രവർത്തനം തൊട്ട് ഓണാഘോഷ പരിപാടികൾ, അതുപോലെ സ്പോർട്സ്, അതുപോലെ തന്നെ ക്ലാസുകൾ സംഘടിപ്പിക്കുകയുണ്ടായി. പിന്നെ എല്ലാ തന്നെ സാമൂഹികമായും നമ്മൾ ജനകീയമായ പ്രശ്നത്തിൽ ഇടപെടുകയും നമ്മളെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ നമ്മൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും നമുക്ക് ഇത്തരത്തിലൊരു പ്രവർത്തനം നടത്തണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു ടീം വേണം. ടീം അരുണോദയം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മളെ സംബന്ധിച്ചോളം നമ്മളെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി, അതുപോലെ ശക്തമായി പ്രവർത്തിക്കുന്ന വനിതാ വിങ്, അതുപോലെ യൂത്ത് വിങ്, ഇങ്ങനെ ഉള്ള ഒരു നല്ല കമ്മിറ്റി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഒരു കാരണം കൊണ്ടാണ് നമ്മളെ സംബന്ധിച്ചോളം ഇത്തരം പരിപാടികൾ ഇതിന് വളരെ ഭംഗിയായിട്ട്, അല്ലെങ്കിൽ ഇത്രത്തോളം വലിയൊരു പരിപാടി നമുക്ക് സംഘടിപ്പിക്കാൻ സാധിച്ചത്. അതേപോലെ നമ്മളെ ക്ഷണം സ്വീകരിച്ചെത്തിയ മറ്റ് അസോസിയേഷൻ ആൾക്കാർക്കും. അപ്പോൾ കൂടുതൽ നീട്ടുന്നില്ല, കാരണം ഒരുപാട് വൈകിട്ടാണ് നമ്മൾ ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് പരിപാടികൾ ഇനിയും നടക്കാനിരിക്കുകയാണ്. അതിനു വേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ നടത്തണം. അപ്പോൾ അതുകൊണ്ട് നമ്മളെ പരിപാടികളെല്ലാം തന്നെ അടുത്ത് എല്ലാ പരിപാടികളും വളരെ ഫാസ്റ്റായിട്ട് ചെയ്തു പോകേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കൂടുതൽ ദീർഘിപ്പിക്കാതെ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് പ്രിയങ്കരനായ നമ്മുടെ വാർഡ് കൗൺസിലർ ശ്രീ ഷെഞ്ചിത് TS അവർകളാണ്.
ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹത്തിന്റെ അസൗകര്യം അറിയിച്ചിട്ടുണ്ട്. ശ്രീ സ്വന്തം ജനനായകൻ സാമൂഹ്യ സിന്ധീസ് രാഷ്ട്രീയം രാഷ്ട്രസേവനത്തിന് എന്നുറച്ചു വിശ്വസിക്കുന്ന ഈ നാടിന്റെ സ്വന്തം ജനനായകൻ സാമൂഹ്യ സേവന രംഗത്ത് ദീർഘനാളത്തെ പ്രവർത്തന പരിചയത്തിലൂടെ തൻ്റെതായ ഒരു ഇടം കണ്ടെത്തിയ ഈ നാടിന്റെ കൗൺസിലർ, ബഹുമാനപ്പെട്ട കോഴിക്കോട് കോർപ്പറേഷൻ 6ാം വാർഡ് കൗൺസിലർ ശ്രീ TS ഷിഞ്ചിത്തിരി അരുണോദയം ഫാമിലിയുടെ 16ാമത് വാർഷികാഘോഷ വേളയിലേക്ക് സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് നമ്മുടെ മുഖ്യ അതിഥി ശ്രീ നസീർ സംക്രാന്തിയാണ്. കോട്ടയം ജില്ലയിലെ സംക്രാന്തി എന്ന സ്ഥലനാമം കൂടി പേരിനൊപ്പം ചേർത്ത് വെച്ച് പ്രശസ്തമാക്കിയ കലാകാരനാണ് ശ്രീ നസീർ സംക്രാന്തി. കൈപ്പേറിയ ജീവിത സാഹചര്യങ്ങളെ അതിജീവിച്ച് ചിരിച്ചും ചിരിപ്പിച്ചും പ്രശസ്തിയുടെ പടവുകൾ നടന്നു കയറിയ നസീറിക്കയ്ക്ക് കുടുംബവും പ്രേക്ഷകരുമാണ് എല്ലാം. മഴവിൽ മനോരമയിലെ ജനപ്രിയ പരിപാടിയായ തട്ടിൻമുട്ടി എന്ന പരിപാടിയിലെ നർമ്മ അഭിനയത്തിലൂടെ പ്രശസ്തനായ ശ്രീ നസീറിക്കയ്ക്ക് മികച്ച ഹാസ്യ നടനുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് 2 തവണ ലഭിച്ചിട്ടുണ്ട്. ദ പ്രീസ്റ്റ്, സ്വർണ്ണക്കടുവ, കപ്പേള തുടങ്ങിയ നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. ശ്രീമതി പ്രഭിഷ ജുബേഷിന്റെ ശ്രമങ്ങളാണ് നസീറിക്കയുടെ സാന്നിധ്യം നമുക്ക് ലഭ്യമാക്കി തന്നത്. നസീർ സംക്രാന്തി മലയാള സിനിമയിലും ടെലിവിഷനിലും ശ്രദ്ധ നേടിയ ഹാസ്യനടനും മിമിക്രി കലാകാരനുമായ ശ്രീ നസീർ സംക്രാന്തി മഴവിൽ മനോരമയിലെ തട്ടിയും മുട്ടിയും എന്ന നർമാഭിനയത്തിലൂടെ പ്രശസ്തനായി. സ്വാഭാവികമായ കോമഡി അഭിനയ ശൈലിയിലൂടെയും വ്യത്യസ്തമായ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയും ശ്രീ നസീർ സംക്രാന്തി ശ്രദ്ധേയനായി. മികച്ച ഹാസ്യ നടനുള്ള കേരള സ്റ്റേറ്റ് ടെലിവിഷൻ അവാർഡ് 2 തവണ നേടിയിട്ടുള്ള നസീർ ദി പ്രീസ്റ്റ്, സ്വർണം, കടുവ, കപ്പേള, നീലിക്കാമയിൽ നൈറ്റ് റൈഡേഴ്സ് തുടങ്ങിയ നിരവധി മലയാള ചലച്ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. മഴവിൽ മനോരമയിലെ ഒരു ചിരി ഇരുചിരി ബുമ്പർച്ചിരി എന്ന ഹാസ്യ പരിപാടിയുടെ പ്രധാന ജഡ്ജായും ഇപ്പോൾ സംപ്രേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലവേഴ്സ് ടിവിയിലെ ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം ജഡ്ജായും പ്രവർത്തിച്ചു വരുന്നു. മലയാളത്തിന്റെ പ്രിയതാരം ശ്രീ നസീർ സംക്രാന്തിയെ അരുണോദയം ഫാമിലിയുടെ 16ാം വാർഷികാഘോഷ വേളയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അനുഗ്രഹ ഭാഷണത്തിനായി നസീറിനെ ക്ഷണിക്കുന്നു. ഉദ്ഘാടന ദീപം തെളിയിക്കാനായി ശ്രീ നസീർ സംക്രാന്തി അവരെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ ഒരു ജാമ്യം എടുക്കുകയാണ്. എനിക്ക് പ്രസംഗിക്കാൻ അത്ര വശമുള്ള ഒരു മേഖലയല്ല എൻ്റേത്. പ്രസംഗം എന്ന് പറയുന്നത് നല്ലൊരു കലയാണ്, അതെനിക്ക് കിട്ടിയിട്ടില്ല. പിന്നെ അറിയാവുന്ന കല എന്താണെന്ന് ഞങ്ങൾ പ്രേക്ഷകർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടൊരു വലിയ പ്രസംഗമൊന്നും എന്നിൽ നിന്ന് പ്രതീക്ഷിക്കേണ്ട. പിന്നെ മിമിക്രി എന്ന് പറയുന്നത് അതറിയാമല്ലോ, സ്കിറ്റ് പോലുള്ള
ആ രീതിയിലുള്ള പ്രോഗ്രാമാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് മിമിക്രിയും പ്രതീക്ഷിക്കേണ്ട എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എന്ത് കാര്യം തുടങ്ങുമ്പോഴും നമ്മൾ ഐശ്വര്യമായിട്ട് തുടങ്ങണം എന്നാണല്ലോ ഒരു വെപ്പ്. അതിവിടെ എന്തായാലും ഭംഗിയായി നടന്നു. ഒരു 10-16 തരുണി മണികളുടെ ഫ്യൂഷൻ ഡാൻസ് കണ്ട് കണ്ണ് നിറഞ്ഞാണ്, സന്തോഷിച്ചാണ് നമ്മൾ ഇന്നത്തെ ഈ ഫംഗ്ഷൻ ഇവിടെ ആരംഭിച്ചത്. ഫ്യൂഷൻ ഡാൻസ് കഴിഞ്ഞ് അവർ വേദിയിലേക്ക് കയറി വന്നത് കിണറൊക്കെ തെളിയിട്ട് വരുന്ന പോലെയാണ്. വീർത്ത് കുളിച്ച് നല്ലപോലെ അധ്വാനിച്ച ലൈറ്റിൻ്റെ മുമ്പിൽ നിന്ന് ചെയ്ത് അത് നമ്മുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ചെയ്തു. ആ ടീം അംഗങ്ങൾക്ക് എൻ്റെ നന്ദി ആദ്യം തന്നെ അറിയിക്കുകയാണ്. എന്ത് കാര്യത്തിനും ഇപ്പോൾ നമുക്ക് ഒരു പടത്തിൽ പറഞ്ഞ പോലെ എന്ത് കാര്യത്തിനും ഒരു നിമിത്തമുണ്ട് എന്ന് പറയുന്ന പോലെ ഈ പ്രഭിഷയായിട്ട് പരിചയപ്പെട്ടതാണ് ഇവിടെ വരാനുണ്ടായ ആ നിമിത്തം എന്ന് പറയുന്നത്. അവരുടെ ഒരു സ്കൂളിൻ്റെ എൻ്റെ PTA മീറ്റിങ്ങിനാണെന്ന് തോന്നുന്നു, ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് 4-5 വർഷം മുമ്പാണ് കോഴിക്കോട് ഇവിടെ ഈ സ്ഥലത്ത് തന്നെ ഒന്ന് വന്നത്. അന്ന് പരിചയപ്പെട്ടതാണ് പ്രഭിഷിനെയും ജിതേഷിനെയും, അദ്ദേഹത്തിൻ്റെ അവരുടെ ഹസ്ബൻഡായ ജിതേഷിനെയും അന്ന് പരിചയപ്പെട്ടാണ്. ഒരു ഫാമിലി കുടുംബം എന്ന് പറയുന്ന പോലെ എപ്പോഴും വിളിക്കാറുണ്ട്, എല്ലാ വിശേഷങ്ങൾക്കും മെസ്സേജ് അയക്കാറുണ്ട്, വീട്ടിലെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഒരു കുടുംബം എന്ന പോലെയുള്ളൊരു ആളാണ് ഈ നമ്മുടെ പ്രഭിഷയും പ്രഭിഷയുടെ ഭർത്താവ് ജിതേഷ് ചേട്ടനും. അപ്പം ഞാൻ അവിടുന്ന് പോന്നപ്പം എന്താണ് ഇവിടെ കരുതേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഇവിടുത്തെ ഈ കടുക്ക ഭയങ്കര ഇഷ്ടമാണ്. അത് അന്ന് വന്നപ്പോഴും തന്നു, ഇന്ന് വന്നപ്പോഴും തന്നു. അന്ന് വന്നപ്പോൾ കടുക്കയുടെ കൂടെ കാശുണ്ടായിരുന്നു, ഇന്ന് കടുക്ക മാത്രമേ ഉള്ളൂ. വെറുതെ ആവട്ടെ, ചുമ്മാ അവിടുന്ന് പൈസ ഉണ്ട്. അപ്പം എന്തായാലും ഇവിടെ വരാൻ സാധിച്ചത് ഇങ്ങനെയാണ്. പിന്നെ എൻ്റെ കലാജീവിതം അതും ഈ പറയുന്ന പോലെ തന്നെ അതും ഒരു നിമിത്തമാണ്. ഈ കല എന്താണ് ഏതാണെന്നൊന്നും എനിക്കങ്ങനെ അത്ര വലിയ വശമുള്ള ഒരാളൊന്നും അല്ലായിരുന്നു നമ്മുടെ ചെറിയ പ്രായത്തിൽ. നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഒരുപാട് ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ അനുഭവിച്ചിട്ടാണ് ആ സമയങ്ങളിലൊക്കെ നടന്നത്. കാരണം എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ എൻ്റെ വാപ്പ മരിച്ചുപോയി. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം നരകയാതന തന്നെയായിരുന്നു. നമ്മുടെ ഈ കോഴിക്കോട്ടിനടുത്തല്ല, മലപ്പുറത്ത് തിരൂരങ്ങാടി എത്തിങ്ങാനയിലാണ് ഞാൻ പഠിച്ചതൊക്കെ. അവിടെ നിന്ന് ലീവിൻ്റെ നാട്ടിൽ പോയി. പിന്നെ പഠിക്കാനായിട്ടുള്ള സാഹചര്യം അന്ന് ഉണ്ടായില്ല. വീട് കൊണ്ട് നടക്കണം, എൻ്റെ താഴെയുള്ളതാണ് ബാക്കിയുള്ള കുട്ടികൾ. അപ്പോൾ ആ വീട് നോക്കേണ്ട ഉത്തരവാദിത്തം എനിക്കായതുകൊണ്ട് പഠിത്തം അങ്ങോട്ട് മാറ്റി വെച്ചു. ചെറിയ ചെറിയ ജോലികൾ അതും ഇതുമൊക്കെ ചെയ്ത് അങ്ങനെ കുടുംബത്തെ മുമ്പോട്ട് കൊണ്ടുപോയി. പിന്നെ എങ്ങനെയാണ് ഈ കല വന്ന് ചേർന്നതെന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ അവിടുത്തെ ഒരു സ്കൂളിൽ SNLP സ്കൂളിൽ 4ാം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് അവിടെ ഇങ്ങനെ മിമിക്രി മത്സരം, മോണാക്ട് മത്സരമൊക്കെ വെച്ചു. അപ്പം നമ്മൾ പേര് കൊടുക്കാനായിട്ട് ഇതെന്താണെന്ന് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് പേര് കൊടുക്കാതെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. അപ്പം ഒരുപാട് പേരൊന്നും മത്സരിക്കാനില്ലാത്തതുകൊണ്ട് അവസാനം അവിടുത്തെ ഒരു സാറ് പറഞ്ഞു, നീ പേര് കൊടുക്ക്, എന്നിട്ട് നിനക്ക് അറിയാവുന്ന എന്നാന്ന് വെച്ചാൽ അതൊക്കെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ പേര് കൊടുത്തു. ഞാൻ കലാഭവൻ്റെ ഒരു കാസറ്റ് എടുത്ത് കണ്ട്, ആ കാലത്തൊക്കെ കാസറ്റ് ഉണ്ടല്ലോ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്, ആ കാസറ്റ് എടുത്ത് കണ്ട് അതിലെ ഒരു സ്കിറ്റ് പഠിച്ച് അത് ഞാൻ അവിടെ അവതരിപ്പിച്ചു. അതാണ് കലാജീവിതത്തിലെ എൻ്റെ ആദ്യത്തെ തുടക്കം എന്ന് പറയുന്നത്. ആ സ്കിറ്റ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ മെയിൻ ഹെഡ് മാസ്റ്റർ ദേവസ്യ സാറ് എന്നോട് വന്നിട്ട് പറഞ്ഞു, ഇത് നീ കൈവിടരുത്, ഇതിൽ നിനക്കൊരു ഭാവി കാണുന്നുണ്ടെന്ന് പറഞ്ഞു. ആ ഒരു സ്പാർക്ക് എൻ്റെ മനസ്സിൽ അതങ്ങനെ കടന്നു. പക്ഷേ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ട് അതിലേക്കൊന്നും തിരിയാനോ ഒന്ന് പ്രോത്സാഹിപ്പിക്കാനോ ഇപ്പോഴുള്ള പോലെ മാധ്യമങ്ങളോ TV ചാനലോ ടെലിവിഷൻ പ്രോഗ്രാംസുകളോ ഒന്നും ഇല്ലാത്തൊരു കാലമല്ലേ. അപ്പം അതുകൊണ്ട് പ്രോത്സാഹിപ്പിക്കാൻ ആരുമില്ല. നമ്മുടെ ഇതൊക്കെ അങ്ങനെ അങ്ങ് പോയി. അങ്ങനെ എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് മിമിക്രി പിന്നെ സ്റ്റേജിൽ പരിപാടികൾക്ക് അവതരിപ്പിക്കാനായിട്ട് തുടങ്ങി. അങ്ങനെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് തട്ടിയും മുട്ടിയും എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഞാൻ കാണാൻ കാര്യം. നമ്മുടെ വീട്ടിൽ TV ഇല്ലെന്ന്, വേറെ വീട്ടിലേ ഉള്ളൂ. അവിടെ പോയി TV കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഇതിൻ്റെ അകത്ത് KPS ചേച്ചി, മഞ്ജുപിള്ള, ജയകുമാരി ഏട്ടനെ 2 പിള്ളേർ, ഇത്രയും പേര് കൂടി അവതരിപ്പിക്കുന്ന തട്ടിയും മുട്ടിയും കണ്ടപ്പോൾ മനസ്സിനൊരാഗ്രഹം, ഇതിൻ്റെ അകത്തൊന്ന് അഭിനയിക്കാൻ ചാൻസ് കിട്ടിയാൽ നന്നായിരുന്നു എന്ന് അങ്ങനെ ആഗ്രഹിച്ച് ഞാനൊരു ദിവസം അതിൻ്റെ ഡയറക്ടറെ എറണാകുളത്ത് പോയി കണ്ടപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നിരാശപ്പെടുത്തിയില്ല, ഇപ്പം തൽക്കാലം ഇതിൽ വേഷമൊന്നുമില്ല, പിന്നെ എപ്പോഴെങ്കിലും വേഷം വരികയാണെങ്കിൽ വിളിച്ചു തരാം, ഫോൺ നമ്പർ ഇവിടെ കൊടുത്തേക്കാൻ പറഞ്ഞു. അങ്ങനെ വളരെ സങ്കടത്തോടു കൂടി ഞാൻ തിരിച്ചു പോയി. കുറേ നാൾ കഴിഞ്ഞപ്പോൾ, അതായത് 1 വർഷത്തോളം കഴിഞ്ഞപ്പോൾ, തട്ടിമുട്ടിയും തുടങ്ങി 1 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു ദിവസം മനോരമയെന്നൊരു കോൾ വന്നു, നസീറല്ലേ തട്ടിമുട്ടിക്കകത്തൊരു ചെറിയ വേഷമുണ്ട്, ഒന്ന് ചെയ്യാമോയെന്ന് ചോദിച്ചു. ചെയ്യാമെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷത്തോടുകൂടി ഞാൻ ഇതിൽ അഭിനയിക്കാൻ പോയി. സത്യം പറഞ്ഞാൽ അന്ന് ആ ഷൂട്ടിങ്ങിന് പോകാൻ വണ്ടിക്കൂലിയില്ല കയ്യിൽ.
അങ്ങനെ ഒരു കൂട്ടുകാരൻ്റെ സ്കൂട്ടർ അവരോട് ചോദിച്ചു, ഞാൻ എണ്ണ അടിച്ചു തരാം, എന്നെ അവിടെ വരെ ഒന്ന് കൊണ്ടുപോകാൻ ചോദിച്ചു. അങ്ങനെ ആ സ്കൂട്ടറിലാണ് ഞാൻ അവിടെ ഈ തട്ടിമുട്ടി അഭിനയിക്കാൻ വേണ്ടി ചെല്ലുന്നത്. ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ വേഷമാണ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന കമലാസനൻ എന്ന ക്യാരക്ടർ അല്ലായിരുന്നു അതിൽ ക്യാരക്ടറുടെ പേരൊന്നും, വേറെ എന്തോ ഒരു പേര്. ഒരു രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞ് പണിയൊന്നും ചെയ്യാതെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞിറക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ. അതിൻ്റെ വേഷമാണ്, ചെയ്യാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ചെയ്യാമെന്ന് പറഞ്ഞു. എപ്പോൾ ചെയ്തെന്ന് ചോദിച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ കോസ്റ്റ്യൂമോ കാര്യങ്ങളൊക്കെ കൊണ്ടു തന്നപ്പോൾ ഒരു ജുബയും ഒരു മുണ്ടുമാണ് കൊണ്ടു തന്നത്. അപ്പം ഞാൻ എൻ്റെ ഡയറക്ടർ സാറിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, സാറേ ഈ ശൈലി എല്ലാ രാഷ്ട്രീയക്കാരും ഉപയോഗിക്കുന്നതല്ലേ, നമുക്കതിൽ നിന്നൊന്ന് മാറിയിട്ട് ഷർട്ടും മുണ്ടുമാക്കാം, എന്നിട്ട് മൊത്തത്തിൽ മുടിയിലും മുഖത്തിനും ഒക്കെ ഒരു വ്യത്യാസപ്പെടുത്തി ഞാനും ചെയ്തോട്ടെ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ശരി, അങ്ങനെ പോയി മേക്കപ്പ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പോയി മേക്കപ്പ് ചെയ്ത്, എൻ്റെ ഒരു ഐഡിയയാണ് ആ ഒരു കുഞ്ഞു മീശയും ഇവിടെ ഇങ്ങനെ ഒരു ചുറ്റിക്കിട്ടുള്ള ഒരു ഇത്, മുടി നല്ല പരത്തി ചീക്കിയിട്ട് അങ്ങനെ ഒന്ന് ഡയറക്റ്റായി കാണിച്ചപ്പോൾ പറഞ്ഞു ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ ലോക്കലായിട്ട് നടക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് ഒരു പണിക്കും പോകാതെ ആരെങ്കിലുമൊക്കെ കറക്കിയെടുത്ത് അന്നന്ന് ചെലവിന് ഉണ്ടാക്കുന്ന ഒരു രാഷ്ട്രീയക്കാരൻ്റെ വേഷമായിരുന്നു എനിക്കത് കിട്ടിയത്. ഞാനത് ആദ്യത്തെ സീൻ അഭിനയിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ KPSC-ലുള്ള വിദ്യാർത്ഥി എന്നോടൊന്ന് പറഞ്ഞു, നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നസീർ എന്നാണ്. നീ കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല, നീ ഇടയ്ക്കൊക്കെ ഇതിൽ അഭിനയിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. ഒറ്റ സീനേ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. പിന്നെ അത് ഒരു ദിവസം എന്നുള്ളത് 2 ദിവസമായി, 2 ദിവസം എന്നുള്ളത് 3 ദിവസമായി, 3 ദിവസം ഉള്ളത് 5 ആയി, 5 ഉള്ളത് 10 ആയി. അങ്ങനെ പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റാത്ത സാഹചര്യത്തിലുള്ള വേഷമായി. അതിലങ്ങനെ ആ ഒരു വാക്കാണ്, ആ ലളിത ചേച്ചിയുടെ ഒരു വാക്ക് ഡയറക്ടറും അത് കേട്ട് അദ്ദേഹം അന്ന് പിന്നെയും വരുന്ന എല്ലാ എപ്പിസോഡും വിളിച്ച് ചെയ്യിപ്പിച്ചു. അങ്ങനെ ആ തട്ടിമുട്ടിയും എന്ന് പറയുന്ന സീരിയൽ അഭിനയിച്ചിട്ടാണ് കേരള സ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ കൊമേഡിയനുള്ള സ്റ്റേറ്റ് അവാർഡ് 2 പ്രാവശ്യം എനിക്ക് കിട്ടിയത്. അതിലൂടെയാണ് ജീവിതത്തിൻ്റെ ഒരു ടേണിംഗ് പോയിന്റ് എൻ്റെ ഭാവിയിലുണ്ടാകുന്നത്. കാര്യം എനിക്ക് 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. ഒരു ചെറിയ വീട് വെക്കാനും ആ 2 പെൺപിള്ളേരെ കെട്ടിച്ചു വിടാനും ഒക്കെയുള്ള സാമ്പത്തികം ഈ തട്ടിമുട്ടി ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് കിട്ടിയത്. പിന്നെ അതിൽ നിന്നാണ് പിന്നെ ഓരോ ചുവടുകളും മുമ്പോട്ടുള്ള യാത്ര നല്ല സുഖമുള്ള യാത്രയായിരുന്നു. ശത്രുക്കളാരും ഇല്ലായിരുന്നു. ശത്രുക്കളുണ്ടെങ്കിൽ അവിടെ വരെ എത്തിയില്ല. അപ്പോൾ ശത്രുക്കളിൽ ഞാൻ ആർക്കും ദ്രോഹമൊന്നും ചെയ്യാത്തതുകൊണ്ട് ശത്രുക്കളില്ല എനിക്ക്. അങ്ങനെ അതിൽ നിന്ന് പോയി പിന്നെ ഒരു ചിരി അമ്പരിച്ചിരിയിൽ ജഡ്ജായിട്ട് വിളിച്ചു. അതിലൊരു 3.5 വർഷത്തോളം ചെയ്തു. അതിലിവിടെ ഇരിക്കുന്ന പലരും എന്നെ പ്രാഗ്യവരിപ്പുണ്ട്, ഇയാൾക്കെന്ത് ചിരിച്ചാലെന്താ, ഇയാൾക്കെന്താ മലബന്ധമാണോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി മെസ്സേജ് വരുമല്ലോ ഇതിൻ്റെ ഇടയിൽ. ഞാനിതൊന്നും വായിക്കാറില്ല, പക്ഷേ എനിക്ക് ചാനലിൽ നിന്ന് വിളിച്ചിട്ട് പറയും ഇങ്ങനെയൊക്കെയുള്ള മെസ്സേജുകൾ വരുന്നുണ്ട്. ഞാൻ മനഃപൂർവ്വം ചിരിക്കാത്തതല്ല, അത് ചിരി കാണാത്തതുകൊണ്ട് ചിരിക്കാത്ത. ചിരി കണ്ടാലും ഞാൻ നല്ലവണ്ണം പൊട്ടി ചിരിക്കുകയും ചെയ്യും, കണ്ണിൽ നിന്നൊക്കെ വെള്ളവും പോയി അതേ രീതിയിൽ ചിരിക്കും. അല്ലാതെ നമ്മൾ എന്തെങ്കിലും കോപ്രായങ്ങൾ കാണിച്ചിട്ട് അതിൽ ചിരിച്ചിട്ട് വെറുതെ 50,000 രൂപ കൊടുത്താൽ ഈ വഴക്ക് പറഞ്ഞാൽ നിങ്ങൾ തന്നെ പറയും എന്തിനാണ് അവനൊക്കെ കൊണ്ട് 50,000 രൂപ കൊടുത്തത്, എൻ്റെ ഒക്കെ കാര്യം ഉണ്ടായിരുന്നോ, എൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടാ കൊടുക്കുന്നത്, ഇങ്ങനെ മെസ്സേജ് ഇടുന്ന ആൾക്കാരുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യമുള്ളതിന് മാത്രം ചിരിച്ചു. അതൊരു 3.5 വർഷം ചെയ്തു. ആ 3.5 വർഷം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇച്ചിരി പൈസ കൂടുതൽ തരാമെന്ന് പറഞ്ഞ് ഫ്ലവേഴ്സ് TV വിളിച്ചു. ഇത് ഐറ്റം വേറെ എന്ന് പറയുന്ന ആ പരിപാടി അതിൻ്റെ ജഡ്ജായിട്ട് വിളിച്ചു. ഇപ്പം അതിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. നിങ്ങളൊക്കെ കാണുന്നുണ്ടായിരിക്കാം. ഇതിലും ഈ പറയുന്ന പോലെ ആവശ്യമില്ലാതെ ചിരിക്കാറില്ല, ആവശ്യത്തിന് മാത്രമേ ചിരിക്കാറുള്ളൂ. ആ ഒരുപാട് ചിരിച്ച പൈസ ഒരുപാട് പോകും. അതുകൊണ്ടാണ് ഒരു ആയുർവേദ ലെവലിൽ ചിരിച്ചു പോവുക. നല്ലതാണെങ്കിൽ ഇംഗ്ലീഷ് മെഡിസിനെ പോലെ പൊട്ടിത്തെറിച്ചിരിക്കുക. അങ്ങനെ ചിരിച്ച് കാശും കൊടുക്കുന്നുണ്ട്. ഈ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആർക്കെങ്കിലും അതിൽ വന്ന് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്, ധൈര്യമായിട്ട് അങ്ങോട്ട് പോയി 3 പേരും ഒരു സീറ്റും വേണം. അവിടെ വന്നാലും ചിരിപ്പിക്കുക, ഇഷ്ടംപോലെ കാശ് മാറ്റിട്ട് പോവുക. അത് ഞാൻ ഇവിടുന്ന് കയറുന്നൊരു വാക്കാണ്. പിന്നെ എന്താണ്, കുറേ സിനിമകളിലൊക്കെ എല്ലാം ഈ തട്ടിമുട്ടിലൂടെയാണ് ഉണ്ടായത് കേട്ടോ. എല്ലാം തട്ടിമുട്ടിലൂടെയാണ് എനിക്ക് ഒരു ജീവിതത്തിൽ ഞാനിപ്പോൾ ഈ വേദിയിൽ വന്ന് നിൽക്കാനുള്ള കാരണം ഈ തട്ടിമുട്ട് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞ ഏതോ ഒരു ഭാഗ്യം, പഠിപ്പില്ലാത്ത എനിക്ക് എന്തോ ഒരു ഭാഗ്യം ദൈവം തമ്പുരാൻ തലേ വരച്ചതായിരിക്കാം ആ ഒരു ലൈനിലേക്ക് എന്നെ മാറ്റിവിട്ടതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ രാജ്യങ്ങളിലും പോകാൻ, മലയാളികളുള്ള ഏതൊക്കെ രാജ്യങ്ങളുണ്ടോ ആ രാജ്യങ്ങളിലെല്ലാം പോകാൻ പറ്റി. എല്ലാ സ്ഥലങ്ങളിലും പരിപാടി അവതരിപ്പിക്കാൻ പറ്റി. എല്ലാവരുമായിട്ട് നല്ല സൗഹൃദം പങ്കുവെക്കാൻ പറ്റി. അതൊക്കെയാണ് ഏറ്റവും വലിയ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇത് തന്നെ നിങ്ങളുടെ ഈ അരുണോദയം റെസിഡൻസ് അസോസിയേഷൻ ക്ലബ്ബ് തന്നെ 16 വർഷമായി തുടങ്ങിയിട്ട്. സാധാരണ ഒരു ക്ലബ്ബ് അങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് പിറ്റേന്ന് കമ്മിറ്റി അവതരിപ്പിക്കുന്ന കണക്ക്, ചിലപ്പോൾ വരവ് ചെലവ് കണക്കുകളെ കുറിച്ച് മുൻകൈ എടുക്കുന്ന ആരൊക്കെയാണോ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന അവർക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുകയാണ്. അതേപോലെ പ്രതീക്ഷയുടെ ഭർത്താവിനും ഈ അവസരത്തിൽ നന്ദി പറഞ്ഞില്ലെങ്കിൽ തിരിച്ചു പോകുമ്പോൾ അങ്ങോട്ടുള്ള ഫുഡ് തരാമെന്ന് പറഞ്ഞിരിക്കുന്ന അത് തരികയില്ല. അതുകൊണ്ട് അവർക്കും ഞാൻ ഈ വേദിയിൽ നന്ദി പറയുകയാണ്. എന്തായാലും ഇത്രയും മനോഹരമായ ഒരു ചടങ്ങിന് ഈ എളിയ ഒരു കലാകാരനെ വിളിക്കാൻ നിങ്ങൾ കാണിച്ച മനസ്സിന് നിങ്ങളോട് നന്ദി പറയുന്നു. അതിനെ എന്നെ തള്ളിവിട്ട പ്രതീക്ഷയ്ക്കും ഞാൻ നന്ദി പറയുന്നു.
എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്മ നിറഞ്ഞ ഒരു വർഷമാകട്ടെ, സന്തോഷം നിറഞ്ഞ ഒരു ജീവിതമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. വേദിയിൽ സമ്മാനദാനം കഴിഞ്ഞ വർഷങ്ങളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കും സ്പോർട്സ് മത്സരങ്ങളിൽ മികച്ച വിജയം നേടിയവർക്കുമുള്ള സമ്മാനദാനം നിർവഹിക്കുന്നതിനായി നമ്മുടെ മുഖ്യ അതിഥി ശ്രീ നസീർ സംക്രാന്തി അവർകളെ ക്ഷണിക്കുന്നു. പേര് വിളിക്കുന്ന കുട്ടികൾ വേദിയിൽ വന്ന് അവരുടെ ഉപഹാരങ്ങൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. യുക്ത രാജീവ്, ഡോക്ടർ ഓഫ് സബിത രാജീവ്, SSLC പരീക്ഷയിലെ മികച്ച വിജയം. അംബിക ES, ഡോക്ടർ ഓഫ് സതീഷ്, SSLC പരീക്ഷയിലെ മികച്ച വിജയം. അനൈ ES, സൺ ഓഫ് സതീഷ്, SSLC പരീക്ഷയിലെ മികച്ച വിജയം. ഹൈദസ് EP, സൺ ഓഫ് സൂരജ് EP, +2 പരീക്ഷയിലെ മികച്ച വിജയം. രോഹൻ പ്രശാന്ത്, സൺ ഓഫ് ഡോക്ടർ പ്രശാന്ത്, SSLC പരീക്ഷയിലെ മികച്ച വിജയം. ധനഞ്ജയ് S. നായർ, സൺ ഓഫ് ശ്രീരാജ്, SSLC പരീക്ഷയിലെ മികച്ച വിജയം. മേഘ S. നായർ, സൺ ഓഫ് ശ്രീരാജ്, 12ാം ക്ലാസ് പരീക്ഷയിലെ മികച്ച വിജയം. രാജ് K, സൺ ഓഫ് രാജേഷ്, സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ മികച്ച പ്രകടനം. ജഗത് രാജ് P, അബാക്കസ് നാഷണൽ ലെവൽ എക്സാമിനേഷനിലെ മികച്ച പ്രകടനം. മിലാൻ S, അബാക്കസ് സ്റ്റേറ്റ് ലെവൽ എക്സാമിലെ മികച്ച പ്രകടനം. സൺ ഓഫ് സുമേഷ് ബാബു. നയന O, ഔട്ട്സ്റ്റാൻഡിംഗ് പെർഫോമൻസ് ഇൻ മെഡിക്കൽ എക്സാമിനേഷൻ, ഡോക്ടർ ഓഫ് ശ്രീ നന്ദകുമാർ. ാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ തൃശ്ശൂരിൽ പങ്കെടുത്ത് A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ സെന്റ് ജോസഫ്സ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഉദിത്, രാജ് ആൻഡ് ടീം. അവരുടെ ഉപഹാരം സ്വീകരിക്കാനായി വേദിയിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അമൻ മക്കള്, അദ്വൈത് C ഇടയ്ക്ക, അദ്വൈത് TC തിമില, അമൻജിത് തിമില, അനന്തു കൃഷ്ണ C ഇലത്താളം, ഉദിത് രാജ് K കൊമ്പ്, ആദി കൃഷ്ണ ഇലത്താളം. സ്കൂൾ കലോത്സവത്തിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികൾ അമൻ മക്കളും, അദ്വൈത് C ഇടയ്ക്ക, അദ്വൈത് TC തിമില, അമൻജിത് തിമില, അനന്തു കൃഷ്ണ C ഇലത്താളം, ഉദിത് രാജ് K കൊമ്പ്, ആദി കൃഷ്ണ ഇലത്താളം. സ്പോർട്സ് മത്സരത്തിലെ വിജയികളെ ക്ഷണിക്കുന്നു. 50 മീറ്റർ റണ്ണിംഗ് അപ്പി, പ്ലീസ് കം ഫോർവേഡ്. 50 മീറ്റർ ഫീമെയിൽ റണ്ണിംഗ് സിത്താര. 50 മീറ്റർ കിഡ്സ് റണ്ണിംഗ് അയൻ ഋഷി. 50 മീറ്റർ ബോയ്സ് ധനഞ്ജയ്. അതിൽ 2ാം സ്ഥാനക്കാരൻ 50 മീറ്റർ മെയിൽ റണ്ണിംഗ് ആദേശ്. 50 മീറ്റർ റണ്ണിംഗ് ഫീമെയിൽ പ്രതീക്ഷ. 50 മീറ്റർ സെക്കൻഡ് ധനുഷ്
50-meter running boys, second Udit. Lemon spoon gents, first Murali, second Gopalakrishnan. Lemon spoon ladies, first Pratisha, second Vinita. Shot put gents, first Atul. Lemon spoon kids, first Ahil, second Ayan Rishi. Lemon spoon first kids Ahil and second Ayan Rishi. Shot put ladies, first Pratisha, second Sitara. Shot put gents, Atul first and second Adesh. Shot put gents, first Atul and second Adesh. Shot put kids, first Dhananjay and second Udit. Balloon breaking kids, first Ayan Rishi and second Dhanush. Musical chair ladies, Pratisha and second Rama Devi. Walking 50-meter gents, first prize Rajesh and second Pramod Kunal. Walking ladies, first Sitara and second Pratisha. Ball passing ladies, first Dia and second Pratisha. First Dia and second Pratisha. Dia, please come forward. Long jump ladies, first Bhavya and second Vinita. Long jump ladies, first Bhavya and second Vinita. Long jump gents, first Abhi, second Adesh. Long jump kids, long jump gents, first Abhi and second Adesh. First Abhi and second Adesh. Long jump first Abhi, second Adesh. Long jump kids, first Dhananjay and second Udit. Penalty shoot gents, first Rajesh, second Sunesh. Penalty shoot, first Rajesh and second Sunesh. Penalty shoot kids, Dhanush. First Dhanush. വടംവലി മത്സരത്തിലെ ജേതാക്കൾ പുരുഷന്മാർ ഗോപാലകൃഷ്ണൻ, പ്രമോദ് കുന്നോളി, രാജേഷ് ബാലകൃഷ്ണൻ, സഫദ്, ഉദിത്, വിജയകുമാർ, സുമേഷ് and Pramod AG. Winners, number 4 male. Please come forward. Gopalakrishnan, Pramod Kunnoli, Rajesh Balakrishnan,
Safar, Udit, Vijay Kumar, Sumesh, and Pramodesh. All team please report. Kumar, Sajana, Adi, and Udit. Paramali, ladies, Pratisha, Diya, Tushika, Girija, Sri Kumar, Sajana, അവരെ സഹായിച്ചത് ആദ്യം മുത്തുമാണ്. And finally, the individual champion of this competition goes to Pratisha. മത്സരത്തിലെ ചാമ്പ്യന്മാരായത് ബി ഗ്രൂപ്പ് 120 പോയിന്റ്സുമായി ചാമ്പ്യന്മാരായത് ബി ഗ്രൂപ്പാണ്. ഗ്രൂപ്പ് ലീഡർ പ്രമോദ് കുന്നോളി, പ്ലീസ് കം ഫോർവേഡ്. നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി സ്വീകരിച്ചെത്തിയ ജനപ്രിയ റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ അഡ്വക്കേറ്റ് രാജു പി അഗസ്റ്റിൻ അവർക്കും ആശ്വാസം റെസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ശ്രീ പ്രമോദ് കുമാർ മാടമ്പത്ത് അവർക്കുമുള്ള ഉപഹാരം ശ്രീ നസീർ സംക്രാന്തി സമർപ്പിക്കുന്നു. നന്ദി അറിയിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയുകയാണ്. എനിക്ക് നാളെ ഷൂട്ടുള്ളത് കൊണ്ട് കോട്ടയം വരെ ഓടി എത്തണം. അതുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തുന്നു. പ്രതീക്ഷയും കുടുംബവും ന്യായമായിട്ട് പൈസ എല്ലാം തരുന്നിട്ടുണ്ട്. അതിൻ്റെ തെളിവാണ് ഈ കണ്ട ട്രോഫി മൊത്തം വാങ്ങിച്ചുകൊണ്ട് പോയത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, നന്ദി പ്രകാശിപ്പിക്കുന്നതിനായി ശ്രീമതി സബിത അവർ വനിതാ വിംഗ് വേദിയിലിരിക്കുന്ന അധ്യക്ഷൻ സുമേഷ്, നമ്മുടെ മുഖ്യ അതിഥി നസീർ സർ, അതേപോലെ നമ്മളുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ വന്ന അഡ്വക്കേറ്റ് പി രാജു സർ, അതേപോലെ തന്നെ ശ്രീ പ്രബോധ് സർ, എല്ലാവരെയും എൻ്റെ അരുണോദയം കുടുംബാംഗങ്ങളെ, ഇന്നിനെ നിഷിദ്ധമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഈ വൈകുന്നേരങ്ങളിലെ ഈ സായാഹ്നം ഇത്ര മനോഹരമാക്കി തീർക്കുവാൻ വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും നന്ദി പറയുക എന്നുള്ളതാണ് എൻ്റെ കടമ. അതിന് ആദ്യമായിട്ട് നമ്മുടെ 16ാമത് വാർഷികാഘോഷം ഇത്രയും കളർഫുൾ ആക്കാൻ വേണ്ടി, എന്നും ഒരു സാധാരണ അസോസിയേഷൻ വാർഷികമായി മാറുന്ന നമ്മുടെ വാർഷികം ഈ വർഷം അതിമനോഹരമായ വളരെ കളർഫുൾ ആയിട്ടുള്ള ഒരു വാർഷികം ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട്, അതിൻ്റെ പെരുമ വളരെ കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ചതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്ന നമ്മുടെ മുഖ്യ അതിഥി TV സീരിയൽ നേതാവ് സീരിയൽ നടൻ ശ്രീ നസീർ സാറിനെ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പരിപാടി ഇത്രയും ഭംഗിയായി നടത്തുന്നതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ചിട്ടുള്ള നമ്മുടെ അസോസിയേഷൻ ഭാരവാഹികൾ, അതേപോലെ തന്നെയാണ് നമ്മുടെ വനിതാ വിംഗ് അംഗങ്ങൾ, അതേപോലെ നമ്മുടെ ഈ പരിപാടി ഏറ്റവും മനോഹരമാകണം എന്നുണ്ടെങ്കിൽ ഇതിൽ പങ്കെടുക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള ഓരോ കലാകാരന്മാരെയും ഞാൻ നന്ദി അറിയിക്കുന്നു. അതോടൊപ്പം തന്നെയാണ് നമുക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ച ഓരോ കമ്മിറ്റി മെമ്പർമാരെയും ഞാൻ ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. പിന്നെ അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഈ സ്റ്റേജ് ഇത്രയും മനോഹരമാക്കി തീർത്ത LED വാൾ ഏജിയൻ കാര്യവും, അതേപോലെ തന്നെയാണ് നമുക്ക് ഈ സ്റ്റേജ് ഇവിടെ കെട്ടുവാനും ഈ പരിപാടി നമുക്ക് ഇവിടെ മനോഹരമായിട്ട് അവതരിപ്പിക്കാനും ഈ സ്ഥലം അനുവദിച്ചു തന്ന പുതിയ പറമ്പത്ത് ശോഭ എന്നിവരെയും, അതോടൊപ്പം തന്നെയാണ് നമുക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് സൗകര്യങ്ങൾ ഒരുക്കി തന്ന നമ്മുടെ സുരേഷ് ഏട്ടനെയും
എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു. അതോടൊപ്പം എൻ്റെ അസോസിയേഷൻ മെമ്പർമാർ, അവരെ ഒരിക്കലും എനിക്ക് മറക്കാൻ പറ്റില്ല. അവരുടെ ഒരു നിറഞ്ഞ സാന്നിധ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഇന്നത്തെ ഈ പരിപാടികൾ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഓരോരുത്തരെയും എൻ്റെ ഹൃദയം നിറഞ്ഞ ഭാഷയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. നവോദയം റെസിഡൻസ് അസോസിയേഷന്റെ സ്നേഹോപഹാരം സ്വീകരിക്കാൻ വേണ്ടി അദ്ദേഹം യാത്ര പറഞ്ഞിറങ്ങിയെങ്കിലും നിങ്ങൾ തിരിച്ചു വിളിച്ചതാണ്. നവോദയം റെസിഡൻസ് അസോസിയേഷൻ